നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് വ്യക്തമാക്കി കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും രംഗത്ത് വരികയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെ കാണാതായ വെഞ്ഞാറമൂട് തൈക്കാട് മുളങ്കുന്ന് ലക്ഷംവീട് കോളനിയിൽ അനിൽകുമാറിന്റെയും മായയുടെയും മകനായ അർജുന്റെ മൃതദേഹം ബുധനാഴ്ചയാണ് രാവിലെ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ വസ്ത്രമുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അർജുന്റേത് ആത്മഹത്യയെന്ന് പോലീസ് പ്രാഥമിക നിഗമനമായി പറയുമ്പോഴും അതല്ല യാഥാർത്ഥ്യമെന്നാണ് സൂചനകൾ വിരൽ ചൂണ്ടുന്നത്. വീടിനടുത്തുള്ള പറമ്പിലെ ഉപയോഗിക്കാത്ത കിണറ്റിൽ നിന്നാണ് മൃതദേഹം നാട്ടുകാർ ചേർന്ന് കണ്ടെത്തിയത്. അർജുന്റെ മരണം ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അന്നദാനത്തിന് പോകണമെന്ന് അർജുൻ വീട്ടുകാരോട് പറഞ്ഞു. എന്നാൽ മുത്തച്ഛൻ മരിച്ചിട്ട് ദിവസങ്ങൾ ആയതേ ഉള്ളൂവെന്നതിനാൽ വീട്ടുകാർ പോകണ്ടെന്ന് പറഞ്ഞു. തുടർന്ന് വൈകിട്ട് അതേ ക്ഷേത്രത്തിൽ ഡാൻസ് അവതരിപ്പിക്കാൻ സഹോദരി പോകുമെന്ന് അറിഞ്ഞതോടെ അർജുൻ വീട്ടുകാരോട് അത് ചോദ്യം ചെയ്യുകയും വഴക്കിടുകയും ചെയ്തിരുന്നു. IPL കാണാൻ ടിവിയിൽ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞുവെങ്കിലും വീട്ടുകാർ കേട്ടിരുന്നില്ല. അത് അർജുന് വിഷമമുണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് കുടുംബം പ്രതികരിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആത്മഹത്യ തെരഞ്ഞെടുക്കുന്ന ഒരു മകനല്ല അവൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള പക്വതയുണ്ട്. കൂലിവേലക്കാരാണ്. അവന് ഇഷ്ടമുള്ള ആഹാരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലും. അന്നത്തെ ദിവസം അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോൾ വരുന്നില്ല, അമ്മ പോയി വാ എന്ന് പറഞ്ഞു. ഒരു 4-5 മണിയായപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ മോൾക്ക് പരിപാടി ഉള്ളതുകൊണ്ട് പോകാനായി ഇറങ്ങി. അപ്പോഴും മോൻ അവിടെ കിടക്കുന്നത് കണ്ടിട്ടാണ് ഇറങ്ങിയത്. ഒരു കുഴപ്പവുമില്ല, പോയിട്ട് വാ അമ്മ എന്ന് പറഞ്ഞു. TV ചാർജ് ചെയ്യാൻ മോൻ പറഞ്ഞപ്പോൾ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ്, പോയിട്ട് വന്നിട്ട് ചെയ്യാം, ക്രിക്കറ്റ് കാണാൻ വേണ്ടിയായിരുന്നു ചാർജ് ചെയ്യാൻ പറഞ്ഞത്. അതൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് അമ്മ പോയിട്ട് വാ എന്നൊക്കെ മോൻ പറഞ്ഞത്. അതിന്റെ പേരിൽ ആത്മഹത്യ ഒരിക്കലും ചെയ്യുന്ന കുട്ടിയല്ലെന്ന് തന്നെയാണ് കുടുംബം ആവർത്തിച്ചു പറയുന്നത്. വളരെ സന്തോഷത്തോടെ ഇരുന്ന കുട്ടിയാണ്. മുത്തശ്ശി ആറ്റിൽ കുളിച്ചിട്ട് വന്നപ്പോൾ അർജുൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളും പറയുന്നുണ്ട് അർജുൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അങ്ങനെ ചെയ്യുന്ന മെന്റാലിറ്റി ഉള്ള കുട്ടിയല്ല. അവർക്കൊപ്പം കളിച്ചു നടന്ന സുഹൃത്ത് പെട്ടെന്ന് കാണാതാവുകയും മരണപ്പെട്ടുവെന്ന് അറിയുകയും ചെയ്തതിന്റെ നടുക്കത്തിലാണ് അവരുമുള്ളത്. ഇക്കഴിഞ്ഞ 7-ാം തീയതി വൈകുന്നേരത്തോടെയാണ് അർജുനെ കാണാതായത്. ഇത് സംബന്ധിച്ച് കുടുംബം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. വെഞ്ഞാറമൂട് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും നാട്ടുകാരും ഊർജിതമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ആൾമറയുള്ള കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. പിരപ്പൻകോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. വെഞ്ഞാറമൂട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കുമ്പോൾ മുഖത്ത് പരിക്കേറ്റ നിലയിലായിരുന്നു. ഇത് കിണറിനുള്ളിലെ റിങ്ങിൽ ഇടിച്ചുണ്ടായതാണോ എന്ന സംശയം ഉയർന്നിരുന്നു. പക്ഷേ അർജുന്റെ ശരീരത്തിൽ അസ്വാഭാവികമായ ചില മുറിവുകൾ കണ്ടെത്തിയതായും പറയുന്നുണ്ട്. സമീപത്തെ അമ്പലത്തിൽ ഉത്സവത്തിനായി പോയ കുടുംബം മടങ്ങിയെത്തിയപ്പോഴാണ് അർജുൻ വീട്ടിലില്ലെന്ന് മനസ്സിലായത്. 2 ദിവസം പലയിടങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ബുധനാഴ്ച രാവിലെ സമീപത്ത് നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അച്ഛൻ അനിൽകുമാർ അയൽപ്പക്കത്തെ കിണറിൽ നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത്. പോലീസും അഗ്നിശമന സേനയും എത്തിയ മൃതദേഹം കരയ്ക്ക് മാറ്റുകയായിരുന്നു. കിണറിന് നല്ല ഉയരമുള്ള കൈവരിയുണ്ട്. അബദ്ധത്തിൽ വീണു പോകാൻ ഇടയില്ലെന്ന് തന്നെയാണ് വീട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അർജുന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായി അറിയില്ലെന്നാണ് വീട്ടുകാരും സ്കൂളിലെ കൂട്ടുകാരും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിലെത്തിച്ച മൃതദേഹം കിളിമാനൂരിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം വൈകിട്ടോടെയായിരുന്നു വീട്ടിലെത്തിച്ചത്. സംഭവത്തിൽ അനുശോചനം അറിയിച്ച് MA റഹീം MP, മിമിക്രി താരം നോബി എന്നിവർ എത്തിയിരുന്നു. MA റഹീം MP അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ കണ്ട് സംസാരിച്ച ശേഷമായിരുന്നു മടങ്ങിയത്. അർജുന്റെ മരണത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന സംശയത്തിലാണ് പൊതുജനം. എന്താണ് സംഭവിച്ചതെന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കാത്തിരിക്കുകയാണെന്നാണ് ബന്ധുക്കളും പ്രതികരിച്ചത്. അർജുന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അർജുന്റെ മരണം ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറയുമ്പോഴും എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായ അർജുൻ ഇത്തരമൊരു കാര്യത്തിനായി ആത്മഹത്യ തെരഞ്ഞെടുക്കില്ലെന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. അർജുന്റെ മരണം ആത്മഹത്യയല്ലെന്നാണ് കുടുംബവും ആദ്യം മുതൽക്കേ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ആരെങ്കിലും കൊലപാതകം നടത്തിയതായി സംശയമുണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നും അറിയില്ലെന്നതാണ് മറുപടി. കൊലപാതകത്തിലേക്ക് എത്താൻ മാത്രം വൈരാഗ്യമുള്ള പ്രശ്നങ്ങൾ അർജുനുമായി സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് സമീപവാസികൾ പറയുന്നത്. അർജുന്റെ പിതാവാണ് മൃതദേഹം ആദ്യം കണ്ടത്. വീടിനകത്തേക്ക് പുറകുവശത്തുനിന്ന് ദുർഗന്ധം വന്നിരുന്നു. അതിൽ സംശയമുണ്ടായതിനെ തുടർന്നാണ് അനിൽ കിണറിലേക്ക് നോക്കിയതെന്ന് പറയുന്നു. എന്തായാലും സമീപവാസികൾക്കും എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ. ഇടവഴിയിൽ പൊട്ടിയ ഒരു ചെരുപ്പ് അവിടെയുള്ള കുട്ടികളൊക്കെ കണ്ടതായി പറയുന്നുണ്ട്. പിന്നീട് ഇവർ തന്നെ ആ ചെരുപ്പ് വീടിന് മുന്നിൽ കൊണ്ട് ഇട്ടിരുന്നു. പക്ഷേ അടുത്ത ദിവസം മറ്റൊരു ചെരുപ്പും ഇവിടെ കിടക്കുന്നതായി ഈ കുട്ടികളൊക്കെ പറയുന്നുണ്ട്. ബുധനാഴ്ച രാവിലെയോടെയാണ് വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലെ കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്.
വെഞ്ഞാറുമൂട് അഗ്നിരക്ഷാസേന അംഗങ്ങളും പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. അർജുനെ കണ്ടെത്തിയെന്ന് പറയുന്ന കിണറ്റിൽ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി പലരും വന്ന് നോക്കിയിരുന്നതായും പറയുന്നു. ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞതനുസരിച്ച് അർജുൻ അത്യാവശ്യം നന്നായി നീന്താൻ അറിയാവുന്ന ഒരു കുട്ടിയാണെന്നാണ്. അങ്ങനെയെങ്കിൽ അർജുൻ കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാലും അപ്പോഴത്തെ വെപ്രാളത്തിൽ സ്വാഭാവികമായി മുകളിലേക്ക് ഉയർന്നു വരും. വൈകുന്നേരം 6 മണിവരെ തന്റെ സുഹൃത്തുക്കളോടൊപ്പം വളരെ സന്തോഷത്തോടെ യാതൊരു തരത്തിലുള്ള വിഷമവും പ്രകടിപ്പിക്കാതെ ആ 16-കാരൻ അവരുടെ കളിയിലും ചിരിയിലും മുഴുകി നിന്നിരുന്നു എന്നുള്ളതാണ് സമപ്രായക്കാരായ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത്. സഹോദരിയുടെ നൃത്ത പരിപാടി കഴിഞ്ഞ് കുടുംബം വീട്ടിലേക്ക് എത്തിയത് ഏകദേശം 10 മണിയോടെയായിരുന്നു. 6 മണിയോടെയാണ് അർജുനെ കാണാനില്ലെന്ന് തന്നെ മനസ്സിലായത്. അർജുനെ കാണാതാവുന്നതിന്റെ അന്നേ ദിവസം വൈകുന്നേരത്തോടെ ആ ഒരു സമയത്തുള്ളിൽ കടയിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളവും പലഹാരവും ഒക്കെ വാങ്ങാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അർജുൻ എന്തിന് ഭക്ഷണം വൈകുന്നേരം വാങ്ങണം? ഇത് വാങ്ങാൻ എന്തിന് കടയിൽ ചെല്ലണം? അർജുൻ അത്തരത്തിലൊരു കടുങ്കൈ ചെയ്യില്ലെന്നതാണ് കുടുംബത്തിനും നാട്ടുകാർക്കും ഒരുപോലെ വ്യക്തമായി പറയാനുള്ളത്. പക്ഷേ ഇതിനിടെ എന്ത് സംഭവിച്ചു എന്നത് ഇവിടെ തെളിയേണ്ടതുണ്ട്. കാണാതാവുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം കറുത്ത പാന്റും കറുത്ത ഫുൾ കൈ ടീഷർട്ടുമായിരുന്നു. പക്ഷെ കണ്ടെത്തുമ്പോൾ ടീഷർട്ട് ഉണ്ടായിരുന്നില്ല. ഇത് വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അർജുൻ ധരിച്ചിരുന്ന കറുത്ത ടീഷർട്ട് എവിടെയാണ്? 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. എങ്കിലും ആ വസ്ത്രം സംബന്ധിച്ച അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അർജുൻ ഇനി എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. യഥാർത്ഥ വില്ലൻ ഇപ്പോഴും കാണാമറയത്താണോ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ മാളയിൽ കാണാതായ 6 വയസ്സുകാരന്റെ മരണം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിസമ്മതിച്ചതോടെ 20-കാരൻ കുളത്തിൽ ചവിട്ടിത്താഴ്ത്തിയതോടെയാണ്. കുട്ടിയുടെ വീടിന്റെ തൊട്ട് അയൽവാസിയാണ് പ്രതിയായ ജോജോ. ഇയാൾ നേരത്തെ ബൈക്ക് മോഷണ കേസിൽ പ്രതിയാണ്. ഈ അടുത്താണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത്. കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ഈ 6 വയസ്സുകാരനെ ജോജോ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ചാമ്പയ്ക്ക് നൽകാമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇവിടെ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു. എന്നാൽ പീഡനം ചേർത്ത 6 വയസ്സുകാരൻ നിലവിളിക്കുകയും വിവരം അമ്മയെ അറിയിക്കുമെന്ന് ജോജോയോട് പറയുകയും ചെയ്തു. ഇതോടെയാണ് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ടത്. കയറി വരാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും തള്ളി. 3-ാം തവണ തള്ളിയിട്ടപ്പോഴാണ് കുട്ടി ചെളിയിൽ താഴ്ന്നത്. കൃത്യം നടത്തിയതിനു ശേഷം തൊട്ടടുത്ത പറമ്പിലേക്ക് പ്രതി മാറി നിന്നു. തെരച്ചിൽ നടത്തുന്ന നാട്ടുകാർക്കൊപ്പം പിന്നീട് കൂടി. പ്രതിക്കൊപ്പം കുട്ടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയതിനു ശേഷം കൂസലില്ലാതെ കുട്ടിയെ കണ്ടില്ലെന്ന് പറഞ്ഞു. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. അമ്മയോട് പറയുമെന്ന് കുട്ടി പറഞ്ഞപ്പോൾ മൂക്കും വായയും പൊത്തിപ്പിടിച്ചു കുളത്തിലേക്ക് തള്ളിയിട്ടു. മരണമുറപ്പാക്കാൻ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. 2 തവണ കുട്ടി കരയ്ക്ക് കയറാൻ ശ്രമിച്ചപ്പോഴും ഇയാൾ കുളത്തിലേക്ക് വലിച്ചിട്ടു. 3-ാം തവണ കുഞ്ഞ് ചെളി താഴുകയായിരുന്നു. മരണമുറപ്പാക്കാനാണ് കുട്ടിയെ പ്രതി കുളത്തിലിട്ടതെന്ന് SPB കൃഷ്ണകുമാർ പറഞ്ഞു. 6 വയസ്സുകാരന്റെ വീടിനടുത്ത് നിന്ന് വെറും 300 മീറ്റർ മാത്രം ദൂരത്താണ് ജോജോ താമസിച്ചിരുന്നത്. 6 വയസ്സുകാരനെ വൈകിട്ട് 6:20 മുതൽ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്തു നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് നിർണായകമായി മാറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.